തിരുവനന്തപുരം വെള്ളയാണി ജംഗ്ഷനിൽ നിന്നോ, അതായത് NH വെള്ളയാണി ജംഗ്ഷനിൽ നിന്നോ നമ്മുടെ പഴയ കാരയ്ക്കാൻ മണ്ഡപത്തിൽ നിന്നൊക്കെ വളരെ പെട്ടെന്ന് എത്താൻ പറ്റുന്ന ലൊക്കേഷനിലാണ് ഈ കാണുന്ന ഹൗസ് പ്ലോട്ടുകൾ തിരിച്ചിട്ടുള്ളത്. ഇതിൽ 3 പ്ലോട്ട് ഓൾറെഡി സെയിലായി. നമുക്കിനി 2 പ്ലോട്ടുകൾ അവൈലബിൾ ആയിട്ടുണ്ട്. ഈ രീതിയിൽ അകത്തേക്ക് വഴി ഫോം ചെയ്യും. ഈ കാണുന്ന ഒരു 5.25 സെൻറ്റ് സ്ഥലം നമുക്ക് അവൈലബിൾ ആണ്. ഈ കാണുന്ന ഒരു 5.25 സെൻറ്റ് ഉണ്ട്. അത് പോയിട്ട് ബാക്കിൽ നമ്മളെ വണ്ടി ഇട്ടിരിക്കുന്ന ആ പ്ലോട്ട് കണ്ടോ, അത് വന്നിട്ട് ഒരു 5 സെൻറ്റ് ഉണ്ട്. അങ്ങനെ 3 പ്ലോട്ടുകൾ നമുക്കിതിനകത്ത് ലഭ്യമാണ്. നമ്മുടെ പ്രോപ്പർട്ടിയിലേക്കുള്ള ആക്സസ് പറഞ്ഞുതരാം. നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് ഒത്തിരിയധികം ആക്സസ് ഉണ്ട്. അതായത് NH നിന്ന് വരുവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പ്ലോട്ട് വരേക്കും 1 കിലോമീറ്ററിനകത്തുള്ള ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ. അതായത് കാരയ്ക്കാൻ മണ്ഡപത്ത് നിന്ന് നമുക്ക് തിരിഞ്ഞ് വരാൻ സാധിക്കും. ഇനി അതല്ല, നമുക്ക് ഒട്ടും കൺഫ്യൂഷൻ ഇല്ലാണ്ടുള്ളൊരു വഴി ഞാൻ പറഞ്ഞുതരാം. വെള്ളയാണി ജംഗ്ഷനിൽ നിന്ന്, അതായത് NH വെള്ളയാണി ജംഗ്ഷനിൽ നിന്ന് വെള്ളയാണി ക്ഷേത്രത്തിലേക്ക് പോകുന്ന വഴിയിൽ ശാന്തിവിള ജംഗ്ഷനിൽ നിന്ന് വലത്തോട്ട് കാണുന്ന റോഡ്, ഈ റോഡ് വരുന്നത് കുരുമി റോഡാണ്. അത് ഏകദേശം 1 കിലോമീറ്ററിനകത്തുള്ള ഡിസ്റ്റൻസ് വരുമ്പോൾ വലത്തോട്ട് ഊറ്റുവഴി റോഡ്, പാലോട്ട് ഇടവഴി എന്ന് പറഞ്ഞ റോഡ്, ഒരു ബോർഡ് കാണാൻ സാധിക്കും. ഇതിങ്ങനെ ഇറങ്ങുമ്പം തന്നെ ലെഫ്റ്റ് സൈഡിലായിട്ട് നമ്മുടെ പ്ലോട്ടുകൾ തിരിച്ചിട്ടിരിക്കുന്നതായിട്ട് കാണാം. ചുറ്റുമതിലോട് കൂടിയിട്ടുള്ള ഒരു നീറ്റായിട്ടുള്ള പ്രോപ്പർട്ടിയാണ്. അതിനകത്താണ് നമ്മുടെ പ്ലോട്ടുകൾ ഉള്ളത്. ഇവിടെ നിങ്ങനെ ജസ്റ്റ് ഇറങ്ങുമ്പം തന്നെ ലെഫ്റ്റ് സൈഡിലായിട്ട് കാണുന്ന പ്രോപ്പർട്ടി ഇവിടെ നോക്കി, ഒത്തിരിയധികം നല്ല നല്ല വീടുകളുള്ള നല്ലൊരു റെസിഡൻഷ്യൽ ലൊക്കേഷനിലാണ് പ്രോപ്പർട്ടി ഉള്ളത്. ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ, ഞാൻ ഈ പറഞ്ഞ പോലെ അവിടെ നിന്ന് വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ റോഡ് നേരെ ചെന്ന് നമുക്ക് കാരയ്ക്കാൻ മണ്ഡപം ചെന്ന് കയറാൻ സാധിക്കും. അതാണെന്നുണ്ടെങ്കിൽ 950 മീറ്ററിനകത്താണ് ഡിസ്റ്റൻസ് വരുന്നത്. ഒത്തിരിയധികം ഡെവലപ്മെൻറ്റ് ആക്ടിവിറ്റീസാണ് നമുക്ക് ഈ ചുറ്റുവട്ടത്തുള്ളത്. പ്രത്യേകിച്ച് വെള്ളയാണി കായലൊക്കെ ഇവിടെ നിന്നടുത്താണ്. അതുപോലെ അഗ്രികൾച്ചറൽ കോളേജ് നമുക്കിവിടെ നിന്ന് ഈസിലി ചെന്നെത്താൻ പറ്റും. ഇപ്പോൾ ഈ വെള്ളയാണിയൊക്കെ ബേസ് ചെയ്ത് ഒത്തിരിയധികം ടൂറിസം ആക്ടിവിറ്റീസ് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ആ രീതിയിലൊരു ലൊക്കേഷനിൽ നമ്മുടെ പ്രോപ്പർട്ടി വരും. നമുക്കിവിടെ നിന്ന് സിറ്റിയിലേക്ക് ഈസി ആക്സസ് ആണ്. നമുക്കിനി അതിൻ്റെ വിഷ്വൽസ് കാണാം. അപ്പോൾ നമ്മുടെ ഈ പ്രോപ്പർട്ടിക്ക് താല്പര്യമുള്ളവർക്ക് നേരിട്ട് ഉടമയായിട്ട് തന്നെ കാര്യങ്ങൾ ഡീൽ ചെയ്യാം. നമുക്ക് മുൻവശത്തുള്ള ഈ 2 പ്ലോട്ടാണെന്നുണ്ടെങ്കിൽ ആ ഒരു റോഡ് ഫ്രണ്ടേജ് കൂടെ കിട്ടുന്ന പ്രോപ്പർട്ടിയാണ്. അതിനാണെങ്കിൽ ഉദ്ദേശിക്കുന്ന വില പെർസെൻറ്റ് വന്നിട്ട് 8.5 ലക്ഷം രൂപയും. നമുക്ക് പിൻവശത്താണെങ്കിൽ ഇനി ഒരു 5 സെൻറ്റ് ഒരു പ്ലോട്ട് കിടപ്പുണ്ട്. അതാണെന്നുണ്ടെങ്കിൽ ഉദ്ദേശിക്കുന്ന വില പെർസെൻറ്റ് 8 ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില. നമുക്കിനി ഇവിടെ നിന്ന് ഹൈവേ ഒക്കെ കയറണമെന്നുണ്ടെങ്കിൽ, അതായത് ബൈപ്പാസിൽ കയറണമെന്നുണ്ടെങ്കിൽ തിരുവല്ലത്ത് ചെന്ന് കയറാൻ സാധിക്കും. ഏകദേശം 6.5 കിലോമീറ്ററാണ് നമുക്ക് തിരുവല്ലത്തേക്കുള്ള ഡിസ്റ്റൻസ് വരുന്നത്. NH ഞാൻ മുന്നേ പറഞ്ഞതുപോലെ ഈസി ആക്സസ് ആണ്. ഇവിടെ കാരയ്ക്കാൻ മണ്ഡപമാണെങ്കിൽ ഏകദേശം ഒരു 900 മീറ്റർ ആ രീതിയിലും, ഇതുവഴി വെള്ളയാണി ജംഗ്ഷനിലേക്കാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 1.5 കിലോമീറ്റർ ആ രീതിയിലാണ് ഡിസ്റ്റൻസ് വരുന്നത്. താല്പര്യമുള്ളവർ നേരിട്ട് ഉടമയായിട്ട് തന്നെ കാര്യങ്ങൾ സംസാരിച്ച് ഡീലാക്കാവുന്നതാണ്.